ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ ശ്രീലങ്ക എ ടീമുകൾ തമ്മിൽ നടന്ന മത്സരത്തിൽ സൂര്യവംശിയുടെ കയ്യേറ്റമാണ് ഇപ്പോൾ എങ്ങും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കൻ കളിക്കാരനായ വിഷൻ ഹാലംബകയാണ് സൂര്യവംശി കൈകൊണ്ട് തള്ളിമാറ്റിയത്. സൂപ്പർ ഓവറിൽ ഇന്ത്യ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ശ്രീലങ്കൻ കളിക്കാരുടെ പ്രകോപനപരമായ പരിഹാസങ്ങളാണ് സത്യത്തിൽ സൂര്യവംശിയെ അത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിച്ചത്. എങ്കിൽ പോലും ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയില്ല. ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മാന്യന്മാരുടെ കളി എന്നറിയപ്പെടുന്ന വിനോദമാണ് ക്രിക്കറ്റ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കയ്യേറ്റം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. എങ്കിൽ പോലും സൂര്യവംശി എന്നുള്ളത് ഒരു ചെറുപ്പം പയ്യനാണ്, 15 വയസ്സുകാരനാണ്. നിലവിൽ ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് പല ചർച്ചകളും വന്നുകൊണ്ടിരിക്കുകയാണ്. വിനോദ് കാംബ്ലിയുടെയും പൃഥ്വി ഷായുടെയും എല്ലാം അവസ്ഥയായിരിക്കും സൂര്യവംശിക്ക് വരാൻ പോകുന്നത്. മൈതാനങ്ങളിൽ അവരെല്ലാം അഹങ്കരിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർക്ക് അവസരം ലഭിക്കാതെ പോയത് എന്നെല്ലാമുള്ള കസർത്തുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇന്നലത്തെ മത്സരം ആദ്യ അവസാനം വരെ വളരെ ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു. 50 ഓവർ മത്സരത്തിൽ ഈ അടുത്തെങ്ങും ഇത്തരത്തിൽ ആവേശം നിറഞ്ഞ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവസാന ഓവറിൽ അർഷദ് ഖാൻ ബൗൾ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ വെറും 5 റൺസ് മാത്രമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. സ്ട്രൈക്കിലുണ്ടായിരുന്നത് 93 റൺസുമായി പുറത്താകാതെ നിൽക്കുന്ന സദീരയായിരുന്നു. എന്നാൽ ശ്രീലങ്കൻ ബാറ്ററായ സദീരയെ ആദ്യ ബോളിൽ റൺസ് അനുവദിക്കാതെ കൃത്യമായ ഒരു ബോളിംഗ് നടത്തുന്നു. രണ്ടാം ബോളിൽ കൃത്യതയാർന്ന ഒരു യോർക്കറിലൂടെ സദീരയെ ബൗൾഡാക്കുന്നു. വിജയമുറപ്പിച്ച ശ്രീലങ്ക പിന്നീട് പരാജയത്തിലേക്ക് പോകുമെന്ന് തോന്നിച്ചു. എങ്കിൽ പോലും ശേഷിച്ച 4 പന്തുകളിൽ 4 റൺസ് എടുത്തുകൊണ്ട് ശ്രീലങ്ക സമനില പിടിക്കുന്നു. സൂപ്പർ ഓവർ പിറക്കുന്നു. സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 17 റൺസ് നേടിയെടുക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാനെത്തുന്നത് ഷഡ്ജയും സൂര്യവംശിയുമാണ്. അവിടെയാണ് ക്യാപ്റ്റൻ തിലക് വർമ്മയ്ക്ക് പിഴവ് പറ്റിയത്. സൂര്യവംശിയെ സ്ട്രൈക്കിൽ കൊണ്ടുവരേണ്ടതിന് പകരം ഷഡ്ജയാണ് സ്ട്രൈക്കിൽ കൊണ്ടുവന്നത്. ആദ്യ 3 ബോളുകളിൽ ഷഡ്ജയ്ക്ക് നേടാൻ കഴിഞ്ഞത് 3 റൺസ് മാത്രമാണ്. ആദ്യ ബോളിൽ 2ഉം സെക്കൻഡ് ബോൾ ഡോട്ട് ബോളായിരുന്നു. 3ആം ബോളിൽ ഒരു സിംഗിളും എടുത്ത് സൂര്യവംശിക്ക് സ്ട്രൈക്ക് ലഭിക്കുന്നത് 4ആം ബോളിലാണ്. ഒരു ഡബിൾ നേടുന്നു, ഒരു 4 നേടുന്നു. അവസാന ബോളിൽ റൺസ് എടുക്കാൻ കഴിയുന്നില്ല. ഇന്ത്യ പരാജയപ്പെടുന്നു. പരാജയത്തിലെ നിരാശയാണ് 15 വയസ്സുകാരനെ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ കൂടെ ശ്രീലങ്കൻ കളിക്കാരുടെ ഒരു പരിഹാസം കൂടിയായപ്പോൾ പെട്ടെന്ന് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് ഗ്രൗണ്ടിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് സൂര്യവംശിക്കൊരു മത്സരം നഷ്ടമായേക്കും, വൻ തുക പിഴ അടയ്ക്കേണ്ടി വരും എന്നെല്ലാമാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകില്ല. ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. സൂര്യവംശി എന്നുള്ളത് ചെറുപ്രായമാണ്, 15 വയസ്സുകാരനാണ്. പിഴവുകൾ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടുത്ത മത്സരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വലിയ നടപടികളിലേക്ക് ഒരിക്കലും പോകേണ്ടതില്ല. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ആ പറഞ്ഞതിനോട് 100% യോജിക്കാൻ തന്നെയാണ് നമുക്കും താല്പര്യം. കാരണം പക്വതയെത്താത്തൊരു പ്രായമാണ്, 15 വയസ്സാണ്. ആ ഒരു പ്രായത്തിലുള്ള എടുത്തുചാട്ടം, അത് വ്യക്തമായ കൗൺസിലിംഗ്, വ്യക്തമായ നിർദ്ദേശങ്ങൾ, വ്യക്തമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് സൂര്യവംശിയെ പറഞ്ഞ് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. ഇതിനു മുമ്പ് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിലും ഇത്തരത്തിലൊരു സംഭവം നടന്നിരുന്നു. ഇതെല്ലാം പ്രായത്തിൻ്റെ ഒരു ചാബല്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് തൻ്റെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, തൻ്റെ കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം ഇന്ത്യൻ മാനേജ്മെൻറ്റ് സൂര്യവംശിക്ക് നൽകിയിരിക്കുന്നത്. BCCIയും അതിന് ശക്തമായ പിന്തുണയാണ് ഇപ്പോൾ സൂര്യവംശിക്ക് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ നിലവിൽ മാച്ച് ഫീയുടെ 50% പിഴ ഈടാക്കുകയോ അതല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് വിലക്കുകയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്നുമാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ എ ടീമുകൾ പങ്കെടുക്കുന്ന 3 നേഷൻ സീരീസിൽ ഇനി ഇന്ത്യക്ക് ശേഷിക്കുന്നത് ഒരു മത്സരം മാത്രമാണ്. ആ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമാണ് ഫൈനൽ ഉറപ്പിക്കാനാകുക. ശ്രീലങ്ക ഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിൽ ആര് വിജയിക്കുന്നുവോ അവർ ഫൈനൽ ഉറപ്പിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.